ഇനി വീട്ടിൽ നിന്ന് ഉച്ചഭക്ഷണം കൊണ്ടുപോകാൻ കഴിയാതെ തിരക്കിട്ട് ഓഫീസിലോ കോളേജിലോ പോയി വിശന്നിരിക്കേണ്ട കാര്യമില്ല. അതൊരു സന്തോഷ വാർത്തയല്ലേ? ഒറ്റ ക്ലിക്കിൽ ഉച്ചഭക്ഷണം അരികിലെത്തുന്ന കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിക്ക് തലസ്ഥാനത്ത് തുടക്കമായി. എടാ ഗോകുലേ, നല്ല വിശപ്പുണ്ട്, നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? കഴിക്കാം. നിങ്ങൾ ഫുഡ് ഡെലിവറി ആപ്പിൻ്റെ ആളല്ലേ, അതിൽ നിന്ന് ഓർഡർ ചെയ്യും. സാധാരണ അങ്ങനെ ആണല്ലോ. എടാ അതൊക്കെ കഴിച്ച് മടുത്ത് നല്ല ഹോംലി ഫീലുള്ള വല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം അറിയാം നിനക്ക്? അങ്ങനെ ഒരു സാധനം ഈ വെയിലത്ത് പോകണ്ടേ? അതിലും നല്ലത് ഇന്നിപ്പോൾ കുടുംബശ്രീയുടെ ഒരു ആപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്, പോക്കറ്റ് മാർട്ട് എന്നുണ്ടോ, അതിൽ നിന്ന് ഓർഡർ ചെയ്താലോ? അത് ഓർഡർ ചെയ്യാം. അതാകുമ്പോൾ നല്ല ഹോംലി ഫുഡ് ആയിരിക്കുമല്ലോ. അതപ്പോൾ ഉറപ്പായിരിക്കും. അപ്പോൾ അത് നോക്ക്. ഇനി തിരുവനന്തപുരം നഗരത്തിൽ മറ്റ് ഫുഡ് ഡെലിവറി ആപ്പുകൾക്കൊപ്പം ഓടാൻ കുടുംബശ്രീയും. കുടുംബശ്രീയുടെ ഫുഡ് ഡെലിവറി ആപ്പായ പോക്കറ്റ് മാർട്ട് വഴി ഉച്ചയൂണിന് ഓർഡർ നൽകാം. നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് അതാത് ഓഫീസിലേക്ക്, അടുത്തുള്ള ഓഫീസിലേക്ക് എത്തിക്കാൻ പറ്റും. റേറ്റും വളരെ കുറവ് റേറ്റ്. ഇപ്പോൾ ഈ നമ്മൾ 60 രൂപയിലെ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭക്ഷണത്തിൻ്റെ കോസ്റ്റ് 40, 20 രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. മുംബൈയിലെ ഡബ്ബാവാല പ്രവർത്തിക്കുന്ന പോലെ കേരളത്തിലുള്ള സംവിധാനം ഇപ്പോൾ ഇല്ല. അപ്പോൾ ആ ഡബ്ബാവാല ആശയം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്തത്. പൂർണ്ണമായും ഹരിത ചട്ടങ്ങൾ പാലിച്ചാണ് ഈ ഹരിതസേന ഭക്ഷണം തയ്യാറാക്കുന്നത്. പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾ ഒഴിവാക്കി പകരം സ്റ്റീൽ പാത്രങ്ങളിലാണ് ഊണ് വിതരണം. ഇവിടെ തന്നെ. ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ ഇത് രാവിലെ 7 മണിക്ക് ഓർഡർ ചെയ്യണം അല്ലേ? 7 മണിക്ക് ഇന്നത്തെ ഓർഡർ വേണമെങ്കിൽ 7 മണിക്ക് തന്നെ ഓർഡർ ചെയ്യണം. അതുപോലെ ഈ പാത്രം ഞങ്ങൾ 3 മണിക്ക് വന്ന് കളക്ട് ചെയ്യും. പിന്നെയും വീണ്ടും നമ്മൾ കഴുകിയെടുക്കണം? വേണ്ട, കഴുകണ്ട, ഞങ്ങൾ തന്നെ കഴുകിക്കോളും. പാത്രങ്ങൾ 3 ഘട്ടമായി ഹൈജീൻ വാഷ് ചെയ്ത ശേഷമാണ് പിന്നീട് ഉപയോഗിക്കുക. സ്ഥിരമായി ഭക്ഷണം വാങ്ങുന്നവർക്ക് ഒരേ ലഞ്ച് ബോക്സ് തന്നെ വേണമെങ്കിൽ അതിനും സൗകര്യമുണ്ട്. ആദ്യഘട്ടത്തിൽ സെക്രട്ടേറിയറ്റ്, നിയമസഭ, വികാസ് ഭവൻ, സ്വകാര്യ സ്ഥാപനങ്ങൾ, കോളേജുകൾ തുടങ്ങിയവ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. പദ്ധതിയുടെ തുടക്കം എന്ന നിലയ്ക്ക് തിരുവനന്തപുരം നഗരത്തിലാണ് തുടക്കമെങ്കിലും സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാനാണ് കുടുംബശ്രീയുടെ തീരുമാനം. ക്യാമറാമാൻ അനൂപിനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഗോകുലുണ്ടപ്പം. ഗുഡ് മോർണിംഗ് ഗോകുൽ. ഗോകുലെ, ഊണൊക്കെ അടിപൊളിയായിരുന്നോ? എങ്ങനെയുണ്ട്? ഇത് അറിഞ്ഞിട്ട് വേണം എനിക്കും വാങ്ങിക്കണം. ഈ കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു ആപ്പിൻ്റെ ലോഞ്ചിങ് എന്ന് പറയുന്നത്. അത് ആ ആപ്പിൽ നമ്മൾ കയറിയിട്ട് 7 മണി ആ സമയത്തോടു കൂടി നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് 12 നമ്മുടെ തീൻമേശയിൽ ഭക്ഷണം എത്തും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഒപ്പം തന്നെ ജോലിക്ക് പോകുന്ന ആളുകൾക്കുമൊക്കെ കൃത്യമായി ഉപകാരപ്പെടും. പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരത്തിൽ എത്തുന്നത് വിദേശി സ്വദേശികളടക്കമുള്ളവരുണ്ട്, ഒപ്പം തന്നെ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ളവരുണ്ട്, അത് അധ്യാപകരുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ കിടയിലുമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെ ഈ പുറത്തുനിന്നുള്ള ആളുകൾക്കടക്കം ഭക്ഷണം വയ്ക്കാനുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ആളുകളുണ്ട്. അപ്പം നല്ല ഭക്ഷണം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവിടേക്കാണ് കുടുംബശ്രീയുടെ ഇത്തരത്തിലുള്ളൊരു കടന്നുവരവ്. എന്തായാലും ഒരു സ്മാർട്ട് ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷൻ വഴി ഭക്ഷണം കൃത്യസമയത്ത് നമുക്കായി എത്തുന്നു, അത് കുട്ടികളടക്കമുള്ളവർക്ക് കിട്ടുന്നു, സ്കൂളുകളിൽ എത്തിക്കുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. ഒപ്പം പറയേണ്ടത് ഇതിൻ്റെ വൃത്തി കൂടെയാണ് എന്ന് പറയാം. അതായത് ശ്രീകാര്യത്താണ് ഇതിൻ്റെ ഒരു അടുക്കള പ്രവർത്തിക്കുന്നത്. ആ അടുക്കളയിൽ കൃത്യസമയത്ത് തന്നെ ഭക്ഷണം തയ്യാറായി ഏകദേശം ഒരു 12 മണിയോടുകൂടി ഡെലിവറി സംവിധാനം, അത് സ്ത്രീകൾ തന്നെയാണ് അത് നേരിട്ട് നയിക്കുന്നത്. നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ, ദൃശ്യത്തിൽ കണ്ടതുപോലെ തന്നെ വീട്ടിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ പറയുന്നത് അവിടേക്ക് ഭക്ഷണം എത്തുന്നു. പൈലറ്റ് ലോഞ്ചിങ്ങിൻ്റെ ഭാഗമായിട്ട് തിരുവനന്തപുരത്തെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പദ്ധതി എന്തായാലും ഉള്ളത്. പക്ഷേ എന്നിരുന്നാൽ കൂടി സംസ്ഥാന വ്യാപകമായിട്ട് കൂടെ പദ്ധതി വ്യാപിപ്പിക്കും എന്ന് തന്നെയാണ് കുടുംബശ്രീ ഡയറക്ടർ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ വൃത്തി ഒരു പ്രധാന ഘടകമാണ്. ആ വൃത്തിയുടെ ഭാഗമായിട്ട് തന്നെ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് തന്നെയാണ് ഇത്തരത്തിലൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഭക്ഷണം ഒരുക്കിയിട്ടുള്ളത്. സ്റ്റീൽ പാത്രം, ഇതിനകത്ത് ഞാനടക്കം കഴിച്ചു നോക്കിയതാണ്. സ്റ്റീൽ പാത്രത്തിനകത്ത് വരുന്നതെന്ന് പറയുന്നത് ചോറ്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒഴിച്ചു കൂട്ടാൻ അടക്കമുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു തുച്ഛമായ വില മാത്രമേ വരുന്നുള്ളൂ. 60 രൂപയാണ് വരുന്നത് വെജ് മീലിന്. ഇനി അഥവാ നോൺ വെജ് ആണ് വേണ്ടതെങ്കിൽ 99 രൂപയാണ് വരുന്നത്. ഒപ്പം തന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിക്ക് അപ്പുറത്തേക്ക് അതിൻ്റെ വൃത്തി കൂടെയാണ്. പാത്രം നമുക്ക് കഴുകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു കുട്ടികളടക്കമുള്ളവരെ ആശ്രയിക്കുന്നതാണ്, അപ്പം പാത്രം കഴുകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ 3 തവണ ഹൈജീൻ വാഷിന് ശേഷമാണ് ആ പാത്രം രണ്ടാമതൊരാൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കുക.